പിതാവേ, ഈ രോഗിലേപനം നല്ല മരണം കിട്ടാൻ വേണ്ടിയും രോഗികൾ സ്വീകരിക്കാറുണ്ടോ? സാൻജോസിൻ്റെ ചോദ്യം, നല്ല മരണം കിട്ടാൻ വേണ്ടി രോഗീലേപനം സ്വീകരിക്കാറുണ്ടോ എന്നല്ലേ. നല്ല മരണവും മോശം മരണവും എന്ന് പറഞ്ഞ ഒരു മരണമുണ്ടോ എന്ന ചോദ്യം തന്നെയാണ് പ്രസക്തമായത്, അല്ലേ? നല്ല മരണം ഏതാണ്, മോശം മരണം ഏതാണ്? ചിലർ പറയും വണ്ടി ഇടിച്ച് മരിച്ചു, അത് ദുർമരണമാണ്. വെള്ളം കോരിക്കൊണ്ടിരുന്നപ്പോൾ പാലത്തടി ഒടിഞ്ഞ് കിണറ്റിൽ വീണ് മരിച്ചു, ദുർമരണമാണ്. അതൊന്നും ദുർമരണമല്ല. ഏത് മരണമാണ് ദുർമരണം എന്ന് പറയാൻ പറ്റുക? ഏതാണ് നല്ല മരണം എന്ന് ചോദിച്ചാൽ, നമ്മൾ വരപ്രസാദ അവസ്ഥയിൽ, അതായത് സ്വർഗത്തിൽ പോകാനുള്ള ഒരുക്കത്തോടെ നമുക്ക് മരിക്കാൻ സാധിക്കുന്നെങ്കിൽ അത് നല്ല മരണമാണ്. ആ നല്ല മരണത്തിന് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും വലിയ കൂദാശകളിലൊന്നാണ് ഈ രോഗീലേപനം എന്ന കൂദാശ. കാരണം എന്താണ്? ഈ രോഗീലേപനം എന്ന കൂദാശ സ്വീകരിക്കുമ്പോൾ ആ രോഗി സുബോധാവസ്ഥയിലാണെങ്കിൽ അദ്ദേഹം മുഴുവൻ കുമ്പസാരം നടത്തി പാപമോചനം നേടുന്നു. ഇനി ബോധാവസ്ഥയിലല്ല എങ്കിൽ വൈദികൻ തനിക്ക് സഭ പരമേൽപ്പിച്ചിട്ടുള്ള അധികാരം ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള എല്ലാ പാപങ്ങളും മോചിക്കും. അദ്ദേഹം പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണെങ്കിൽ ആ വ്യക്തിക്ക് പരിശുദ്ധ കുർബാനയും നൽകും. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വിശുദ്ധ മൂറോൻ കൊണ്ട് ലേപനം ചെയ്യുന്നു. അതോടെ ആ വ്യക്തി നല്ല മരണത്തിന് ഒരുക്കപ്പെടുകയാണ് ശരിക്കും. അതുകൊണ്ട് രോഗീലേപനം എന്ന കൂദാശ സ്വീകരിക്കുന്ന ഒരു വ്യക്തി മരിച്ചു കഴിയുമ്പോൾ നമുക്ക് പറയാം ആ വ്യക്തി നല്ല മരണം പ്രാപിച്ചു എന്ന് സാധാരണഗതിയിൽ പറയാറുണ്ട്. അത് തിരുസഭയിൽ നിന്ന് ഒരാത്മാവിന് ലഭിക്കാവുന്ന എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും സ്വീകരിച്ചുകൊണ്ട് ആ വ്യക്തി തൻ്റെ നിത്യതയിലേക്കുള്ള യാത്ര തുടങ്ങി എന്നുള്ള അർത്ഥത്തിൽ അതിന് നല്ല മരണം എന്ന് പറയും. പാപാവസ്ഥയിൽ, നരകത്തിൽ പോകുന്ന മാരക പാപാവസ്ഥയിൽ മരിക്കേണ്ടി വരുന്നതാണ് മോശമായ മരണം അഥവാ ദുർമരണം എന്ന് പറയും. എപ്പോഴും നമ്മുടെ ആത്മാവിനെ വരപ്രസാദത്തിൽ നിലനിർത്തുക എന്നുള്ളതാണ് നല്ല മരണത്തിനുള്ള വഴി.